boughs of mistletoe, and tree with presents wrapped below. There's more than this that you had ever thought. Have you lost the reason that we celebrate each year? What is Christmas? If there never was a Savior wrapped in a manger, what is Christmas without Christ? Remember how the story goes. God's gift was wrapped in swaddling clothes beneath the sky on red and holy night. The angels sing, the angels sing, plenty more than offering, peace on earth, again in Bethlehem. Have we lost the reason that we celebrate each year? What is Christmas? If there never was a Savior wrapped in a manger, what is Christmas? If the angels never sang glory to the newborn King, what is Christmas without Christ? That we know in excelsis Deo, in excelsis Deo. What is Christmas? If there never was a Savior wrapped in a manger, what is Christmas without Christ? But this is Christmas. It's all about the Savior wrapped in a manger. This is Christmas because of Jesus Christ. This is Christmas because of Christ. Because of Christ. Because of Christ. Because of Christ. ടെക്നോ പാർക്കുകാർക്ക് പാടാൻ അറിയാന്ന് ഇവർ തെളിയിച്ചു അല്ലേ മിസ്റ്റർ ജോൺ? യെസ് യെസ് യെസ്. ഒരു സംശയം ചോദിച്ചോട്ടെ? ആ, ഇവർ സോഫ്റ്റ്വെയറിൻ്റെ ഉസ്താദുകളാണ് ഇവിടെ ഇരിക്കുന്നത്. ഓക്കെ, പിന്നെ ഈ എന്തെങ്കിലും കമ്പ്യൂട്ടറിന് പ്രശ്നം പറ്റിയ ഇവരെന്താ ചെയ്യുന്നത്? ഈ ഹാങ് ആയി കഴിഞ്ഞാൽ അല്ലേ? അതെ, എനിക്ക് തോന്നുന്നു എൻ്റെ പരിമിതമായ അറിവ് വെച്ച് ഓൾട്ടും സ്റ്റാർട്ട് ചെയ്യും. നമ്മുടെ ജീവിതം അങ്ങനെ റീസ്റ്റാർട്ട് ചെയ്യാൻ വല്ല ബട്ടണും അയ്യോ, അത് പറ്റത്തില്ല. ജീവിതം ഒന്നേ ഉള്ളൂ ശരിക്കും. ആ, അപ്പോൾ എനിക്ക് ഒരു 10 വയസ്സുള്ള ഒരു ബാലനായിട്ട് ടയറൊക്കെ ഇങ്ങനെ കറക്കിക്കൊണ്ട് പോകണം താല്പര്യമുണ്ട്. ഒരു 15 വയസ്സുള്ള യുവാവായിട്ട് ക്രിക്കറ്റ് കളിക്കണം എന്ന് ആഗ്രഹമുണ്ട്. 20 വയസ്സുള്ള ചെത്ത് പയ്യനായിട്ട് ഒരു 100cc ബൈക്കിൽ, 100 അല്ല, ഒരു 350cc പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ പറ്റത്തില്ല.
അപ്പം പറഞ്ഞു കേട്ടിട്ടില്ലേ, ജീവിതത്തിന് ഒരു ലൈഫിൽ റീടേക്കുകളില്ല. അങ്ങനെ ഒരു ബട്ടൺ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. നല്ലതായിരുന്നു. ദർ ഇസ് ഓൺലി വൺ ലൈഫ്. നമ്മളൊക്കെ ജീവിതത്തെ എത്ര ലാഘവമായിട്ടാണ് കാണുന്നത് അല്ലേ? ദർ ഇസ് ഓൺലി വൺ ലൈഫ്. സോ ഇമ്മാനുവൽ ഈസ് ഗോയിങ് ടു സിംഗ് ഫോർ us. ദർ ഈസ് ഓൺലി വൺ ലൈഫ്. Let's hear it. ഓവർ ടു ഇമ്മാനുവൽ. Thank you. ജീവിതം ഒന്നേയുള്ളൂ, അത് വെറുതെ പാഴാക്കിടല്ലേ. മരിക്കും മുൻപേ ഒന്നോർത്തിടുക, ഇനിയൊരു ജീവിതം ഭൂവതിലില്ല. ജീവിതം ഒന്നേയുള്ളൂ. ജീവിതം ഒന്നേയുള്ളൂ, അത് വെറുതെ പാഴാക്കിടല്ലേ. മരിക്കും മുൻപേ ഒന്നോർത്തിടുക, ഇനിയൊരു ജീവിതം ഭൂവതിലില്ല. ജീവിതം ഒന്നേയുള്ളൂ, അത് വെറുതെ പാഴാക്കിടല്ലേ. മരിക്കും മുൻപേ ഒന്നോർത്തിടുക, ഇനിയൊരു ജീവിതം ഭൂവതിലില്ല. ജീവിതം ഒന്നേയുള്ളൂ. ടിവിയുടെ മുന്നിലിരുന്നു വാർത്തകൾ കണ്ടു രസിച്ചു, കോമഡി കണ്ടു ചിരിച്ചു, സീരിയൽ കണ്ടു കരഞ്ഞു, റിമോട്ട് ഞെക്കി ചാനലുകൾ മാറ്റി പോറടി നീക്കി ഫലത്തിനായി കുത്തിയിരുന്നു. സമയത്തിൻ വിലയറിയാതെ ജീവിതം പാഴാക്കുന്ന ഓരോരോ വ്യക്തികളും വ്യക്തമായി ചിന്തിച്ചിടും. ഘടികാര സൂചിതത നേരുത്താതെ ചലിക്കുന്നു. There is only one life. ഫേസ്ബുക്കും ട്വിറ്ററും പിന്നെ ഒത്തുട്ടും കഴിയണേ. അന്യന്റെ വാളിൽ നോക്കി ഗോസിപ്പും തേടി നടന്നു. ചുമ്മാതെ കമന്റുകളിട്ടും വേണ്ടാത്തത് ഷെയറും ചെയ്ത് കമ്പ്യൂട്ടർ സ്ക്രീനിൽ മുമ്പിൽ കുറെ നേരം കുത്തിയിരുന്നു. ധാരാളം
ഒന്നേയുള്ളൂ. യൗവനച്ചോരത്തിളപ്പിൽ ലോകത്തിൻ മോഹം തേടി ആരെയും കൂസിടാതെ സ്വന്തം കഴിവിൽ ഒന്നേ തലയുയർത്തി നെഞ്ചും വീരിച്ചു നടന്ന് ആരെയും വകവെക്കാതെ തന്നിത്തം മാത്രം ചെയ്തു. ആത്മീക സത്യം കേട്ടാൽ നോ ഇൻട്രസ്റ്റ് എന്ന് മൊഴിഞ്ഞു. ദൈവത്തെ ഭക്തിയുമില്ല, ദൈവത്തെ പേടിയുമില്ല. ഇങ്ങനെ പോയാൽ പിന്നെ കഷ്ടം എന്നേ പറയാനുള്ളൂ. ജീവിതം ജീവിതം ഒന്നേയുള്ളൂ. അത് വെറുതെ പാഴാക്കിടല്ലേ. മരിക്കും മുൻപേ ഒന്നോർത്തിടുക, ഇനിയൊരു ജീവിതം ഭൂമിയിലില്ല. ജീവിതം ജീവിതം ഒന്നേയുള്ളൂ. യൗവനം പോയി മറയും, വാർദ്ധക്യം വന്നെത്തിയിടും. കണ്ണിന്റെ കാഴ്ചകൾ മങ്ങും, കേൾവിക്കും തകരാറാകും. സുന്ദര രൂപം മാറും, ജടനരകൾ ബാധിച്ചിടും. വില്ലുപോൽ കൂടി വളയും, ഓർമ്മകൾ നിശ്ചലമാകും. 6 അടി മണ്ണിൽ നമ്മുടെ ഓട്ടവും അന്നു നിലയ്ക്കും. നാം കണ്ട കനവുകളെല്ലാം തകർന്നു തരിപ്പണമാകും. മരണമിങ്ങെത്തും മുൻപേ രക്ഷമാർഗം നേടിയിടും. ജീവിതം ജീവിതം ഒന്നേയുള്ളൂ. അത് വെറുതെ പാഴാകിടല്ലേ. മരിക്കും മുൻപേ ഒന്നോർത്തിടുക, ഇനിയൊരു ജീവിതം ഭൂമിയിലില്ല. ജീവിതം 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 ഒന്നേയുള്ളൂ. വർഷങ്ങൾ എത്ര കഴിഞ്ഞു, ദിവസങ്ങൾ എത്ര കൊഴിഞ്ഞു. മരണത്തിൻ വായിൽ ചെല്ലാൻ പായുന്നു നാം അതിവേഗം. ലോകവാസം വിട്ടാൽ എവിടെ നാം ചെന്നെത്തിയിടും. നിത്യമായി ജീവിച്ചിടാൻ അകതാരിൽ ആഗ്രഹമില്ലേ. മരണത്തെ ജയിച്ചവനേശു സ്വർഗത്തിൽ മാടിയിടുന്നു. നിന്നെയും ചേർത്തിടുവാൻ അൻപോടെ മാടി വിളിപ്പൂ. സൗജന്യമായ ഒരു രക്ഷ ഇപ്പോൾ തന്നെ സ്വീകരിക്കൂ. ജീവിതം 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 ഒന്നേയുള്ളൂ. അത് വെറുതെ പാഴാകിടല്ലേ. മരിക്കും മുൻപേ ഒന്നോർത്തിടുക, ഇനിയൊരു ജീവിതം ഭൂമിയിലില്ല. ജീവിതം
മാനുവൽ എൻ്റെ ചങ്കത്ത് എഴുതിയൊന്ന് വായിച്ചേ. ജീവിതം ഒന്നേ ഉള്ളൂ, ഡു നോട്ട് വേസ്റ്റ് ഇറ്റ്. Camera, please focus on my chest. That's the truth. There's only one life. Zindagi ek ki hai. വാഴ്ക്കൈ ഒന്നേ ഉണ്ട്. നിങ്ങൾ പാടിയപ്പോൾ ഞങ്ങളെ ടെക്കിയെക്കുറിച്ച് ഒന്നും പാടിയില്ലല്ലോ, വളരെ മോശമായിപ്പോയി. ഇവിടെ ഇത്രയും സൗകര്യമൊക്കെ ചെയ്യുന്ന ഇവിടുത്തെ ടെക്നോ പാർക്കിലെ ആൾക്കാരില്ലേ, അവരെക്കുറിച്ചൊന്ന് പാടണ്ടേ? അത് ഈ പാട്ട് എഴുതിയ ആളും ഈ പുള്ളിയാണ്. ശരി, അപ്പോൾ അവരെക്കുറിച്ച് പാടിയാക്കല്ലേ? അപ്പോൾ നിങ്ങളെ പറ്റി കുറച്ച് വരികളും കൂടെ ഇവിടെ വന്നിരുന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് വേണ്ടി അത് പാടും. ഒരു എക്കോ ചെറിയ പൊടിക്കിട്ടേര്. ജീവിതം ഒന്നേയുള്ളൂ, അത് വെറുതെ പാഴാക്കിടല്ലേ. മരിക്കും മുൻപേ ഒന്നോർത്തിടുക, ഇനിയൊരു ജീവിതം ഭൂവതിലില്ല. ജീവിതം ഒന്നേയുള്ളൂ. Ready? 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 Everybody clap your hands. ജീവിതം ഒന്നേയുള്ളൂ, അത് വെറുതെ പാഴാക്കിടല്ലേ. വെറുതെ പാഴാക്കിടല്ലേ. മരിക്കും മുൻപേ ഒന്നോർത്തിടുക, ഇനിയൊരു ജീവിതം ഭൂവതിൽ നോക്കോ. ജീവിതം വാഴ്ക്കൈ ഒന്നേയുണ്ട്. ഭാരതദേശത്തുള്ള ജീനിയസ് ടെക്കികളെല്ലാം തെരന്തോരം ടെക്നോ പാർക്കിൽ നല്ലോണം പണി ചെയ്യുന്നത് സോഫ്റ്റ്വെയർ എങ്കിലും ജീവിതം ഹാർഡാണല്ലോ. സദനേരം റെസ്റ്റ് ഇല്ലാതെ ജീവിതം തീർന്നിടുന്നു. ബിസിയായൊരു ലൈഫിൽ ആർക്കും ആരോടും കടപ്പാടില്ല, ആർക്കും ആരെയും വേണ്ട. നാം ഇന്നൊരു There is only one life. Again. There is only one life. അത് വെറുതെ പാഴാക്കി മരിക്കും മുൻപേ ഒന്നോർത്തിടുക, ഇനിയൊരു ജീവിതം ഭൂവതിലില്ല. ജീവിതം വാഴ്ക്കയൊന്നേയുള്ളൂ, ജീവിതം ഒന്നേയുള്ളൂ. ജീവിതം ഒന്നേയുള്ളൂ. Only one life. There is only one life. Tonight we are blessed with a very, very special person. His name is Anand Pillai. He is member of the World Economic Forum's Global Agenda Council on New Models of Leadership in 2008, 9 and 10. And he is a top 10 social media influencers in India in the corporate world. Guest lecturer at leading business schools like Harvard Business School, MIT Sloan, London Business School, IIMA, IIML, SPJIMR, IMT, and I have no idea about the full form. And he's a big guy. With more than 32 years of rich experience in the corporate world, Anand has handled challenging assignments in general management and as the head of the operation in various companies. And we are so privileged and lucky to have Anand Pillai among us. Over to Mr. Anand Pillai. So good evening. In fact, as the introduction was going on, I was actually wondering if he's going to give my obituary, because it's going into a long list. But I, out of the 33 years of my experience, I've spent 3 decades completely in the IT industry. And I still remember I was talking to one of the clients, and it was a major project. And this particular client was already with a competitive vendor, and they came over to the organization that I was then working for, HCL Technologies, and they said, listen, every vendor that we have talked to, they have major problem, particularly in fixed price projects. You know, there's no problem in T&M. You understand the terminology, I'm sure, all of you, IT industry.
But fixed price projects, managing the SOW, the scope of work is extremely difficult. So I was leading the client engagement and I told the client, as far as I'm concerned or as far as we are concerned, managing the SOW is very easy. It is as easy as walking on water. So the sales guys, they said, Anand, you're talking like one of us, why do you want to make such a commitment? It is very difficult. Invariably, we are having project overruns, right? I'm sure all of you know that. I said, no, managing the SOW is extremely easy. It is as easy as walking on water, provided both are frozen. And I'm sure you'll understand that as long as the scope of work is frozen, as long as water is frozen, you can manage both of them. But today I want to talk to you about a person who actually walked on water. Now before I do that, as I was introducing me, there was another similar situation way back in